अनंतर श्लोकम् अत्र अस्मिन् श्लोके पाठभेदः अस्ति। अष्टमं श्लोकः अत्र लिखितम् एवमस्ति। मन्दोदरीं मयसुतां परिणीय दशानन तस्यामुत्पादयामास मेघनादाह्वयं सुतम्। एक पाठभेदः अस्ति। मण्डोदरीं मयसुतां परिणीय दशानन तस्यामुत्पादयामास मेघनादाह्वयं सुतम्। अत्र मण्डोदरीम् इति अत्र लिखितमस्ति। अत्र मन्दोदरीम् इति अस्ति। तत्र एव भेदः तावदेव। अस्तु, प्रथमं किं करणीयं? पदच्छेदम् आवश्यकम्। अत्र मन्दोदरीं मयसुतां परिणीय दशानन तस्याम् उत्पादयामास मेघनादाह्वयं सुतम्। अस्तु, तस्य विभक्तिं परिशोधयामः। मन्दोदरीम् ईकारान्तरूपम् अस्ति। ईकारान्तं स्त्रीलिङ्गरूपम् अस्ति। द्वितीया एकवचनम् अस्ति। पठितवन्तः किल? मन्दोदरी नदी नद्यौ नद्य तथा मन्दोदरी मन्दोदर्यौ मन्दोदर्य हे मन्दोदरी हे मन्दोदर्यौ हे मन्दोदर्य मन्दोदरीं मन्दोदर्यौ मन्दोदर्य एवम् अस्ति। मन्दोदरीम् य कोऽपि पारायणं करोति वा? मन्दोदरीम् इति रूपम् ईकारान्तं रूपम् कः करोति अथवा का करोति? मन्दोदरी मन्दोदर्यौ മന്ദോദര്യ ശരിയല്ലേ? ഓ, മന്ദോദരി ഹേ മന്ദോദരി ഹേ മന്ദോദര്യൗ ഹേ മന്ദോദര്യ മന്ദോദരീം മന്ദോദര്യൗ മന്ദോദര്യ മന്ദോദര്യ അല്ല, ചതുർത്ഥി അതല്ലേ? മന്ദോദര്യ തൃതീയ മന്ദോദരീഭ്യാം മന്ദോദരീഭിः മന്ദോദര്യൈ മന്ദോദരീഭ്യാം മന്ദോദരീഭ്യः മന്ദോദര്യാः മന്ദോദരീഭ്യാം മന്ദോദരീഭ്യः മന്ദോദര്യാ മന്ദോദര്യോ മന്ദോദരീനാം മന്ദോദര്യാം മന്ദോദര്യോ മന്ദോദരീഷു. समीचीनं, बहु समीचीनं। मन्दोदरीम् ईकारान्तं स्त्रीलिङ्गं द्वितीया एकवचनम्। अनन्तरं मयसुतां तद् वयं जानीमः। सुता आकारान्तं
സ്ത്രീലിംഗം ദ്വിതീയ ഏകവചനം. സുതാ സുതേ സുതാ ഏ സുതേ ജായാ ജായേ ജായാ തഥാ അസ്തി. മയസുതാം ആകാരാന്ത സ്ത്രീലിംഗം ദ്വിതീയ ഏകവചനം. അനന്തരം പരിണീയ തത് യബന്തം അവ്യയം. അനന്തരം ദശാനന തത് അകാരാന്തം പുല്ലിംഗം പ്രഥമ ഏകവചനം. അനന്തര ശബ്ദഃ കഃ? തസ്യാം. തസ്യാം തത് തച്ഛബ്ദം അസ്തി. സ്ത്രീലിംഗം തച്ഛബ്ദം സ്ത്രീലിംഗം സപ്തമി ഏകവചനം. സാ തേ താ താം തേ താ തയാ താഭ്യാം താഭി തസ്യൈ താഭ്യാം താഭ്യഃ തസ്യാഃ താഭ്യാം താഭ്യഃ തസ്യാഃ തയോഃ താസാം തസ്യാം തയോഃ താസു. സാ തേ താ താം തേ താ തയാ താഭ്യാം താഭി തസ്യൈ താഭ്യാം താഭ്യഃ തസ്യാഃ താഭ്യാം താഭ്യഃ തസ്യാഃ തയോഃ താസാം തസ്യാം തയോഃ താസു. അത്ര തസ്യാം തച്ഛബ്ദം സർവനാമശബ്ദമസ്തി. തച്ഛബ്ദം തച്ഛബ്ദം സർവനാമശബ്ദം തച്ഛബ്ദം സ്ത്രീലിംഗം സപ്തമി ഏകവചനം. അനന്തരം ഉത്പാദയാമാസ തത് ക്രിയാപദം അസ്തി. ഉത് പാദയാമാസ തത് പദ് ധാതു. ലിട്ട് പരസ്മൈപതി പ്രഥമ പുരുഷൻ ഏകവചനം. ഉത്പാദയാമാസ ഉത്പാദയാമാസതു ഉത്പാദയാമാസു ഉത്പാദയാമാസിത ഉത്പാദയാമാസതു ഉത്പാദയാമാസ ഉത്പാദയാമാസ ഉത്പാദയാമാസിവ ഉത്പാദയാമാസിമ एवमस्ति रूपम्. अत्र प्रथमपुरुषन् एकवचनम् अस्ति. उत्पादयामास लिट् परस्मैपदी प्रथमपुरुषन् एकवचनम् अस्ति. अनन्तरं मेघनादाह्वयम् आह्वयः आह्वयम् अकारान्तरूपम् अस्ति. पुल्लिङ्गं द्वितीया एकवचनम्. आह्वय आह्वयौ आह्वयाः हे आह्वय हे आह्वयौ हे आह्वयाः आह्वयम् आह्वयौ आह्वयाः एवमस्ति. मेघनादाह्वयम् अकारान्तं पुल्लिङ्गं द्वितीया एकवचनम्. अनन्तरं सुतं तदपि अकारान्तं पुल्लिङ्गं द्वितीया एकवचनम्. एकैकस्यापि अर्थं परिशोधयामः. प्रथमं मन्दोदरीं तद् एकं नाम अस्ति. मन्दोदरी मन्दोदरीं तद् मन्दम् उदरम् अस्ति इति मन्दोदरी. മന്ദമായിട്ടുള്ള ഉദരം ഉള്ളത് കൊണ്ടാണ് മന്ദോദരി എന്നുള്ള പേര് കിട്ടിയത്. അപ്പോ മന്ദമായിട്ടുള്ള ഉദരം എന്ന് പറഞ്ഞാൽ ഉദരം വളരെ ചെറുത്, വലിയ ഉദരമല്ല. അതുകൊണ്ട് കിട്ടിയൊരു പേരാണ്. നല്ല മെലിഞ്ഞ ശരീരത്തോടു കൂടിയാണെന്നുള്ള അർത്ഥം. കൃശഗാത്രി ആയിട്ടുള്ള മന്ദോദരി പേരാണ്. അങ്ങനെയാണ് ആ പേര് കിട്ടിയെന്നത്. മയസുതാം മയസ്യ സുതാ മയസുതാ മയന്റെ പുത്രി അതാണ് മയസുത. താം മയസുതാം അവളെ മയസുതയെ. മയൻ എന്ന് പറഞ്ഞാല് ശില്പിയാണ്, അസുരശില്പിയായ മയൻ. ആ മയസുതാം മന്ദോദരീം
പിന്നെ പരിണീയ എന്ന് പറഞ്ഞാല് പരിണയം കൃത്വാ, പരിണയം വിവാഹം എന്നുള്ള അർത്ഥമാണ് പരിണീയ. പിന്നെ ദശാനന അർത്ഥം വയം ജാനീമഹ രാവണ ഇതി അർത്ഥ. അനന്തരം തസ്യാം, തസ്യാം ഇത്യുക്തെ അവളിൽ, ഉത്പാദയാമാസ, ഉത്പാദയാമാസ അതായത് ഉണ്ടായി എന്നുള്ള അർത്ഥത്തിലാണ്. ഉണ്ടായി. മേഘനാദാഹ്വയം, മേഘസ്യ നാദഃ അസ്യ അസ്തി ഇതി മേഘനാദഃ, മേഘസ്യ നാദഃ അസ്യ അസ്തി ഇതി മേഘനാദഃ. മേഘനാദഃ ഇതി ആഹ്വയഃ യസ്യ സ മേഘനാദാഹ്വയഃ, തം മേഘനാദാഹ്വയം. അതായത് മേഘത്തിന്റെ നാദം ഉള്ളയാളാണ് മേഘനാഥൻ. ആ മേഘനാഥൻ എന്ന പേര് ആർക്കാണോ ഉള്ളത് ആ ആളാണ് മേഘനാദാഹ്വയൻ. അവനെ മേഘനാദാഹ്വയം. അനന്തരം സുതം, സുതം എന്ന് പറഞ്ഞാല് മകൻ എന്നുള്ള അർത്ഥമാണ്. മകൻ, അതിന്റെ ദ്വിതീയ മകനെ, സുതനെ, മകനെ. ഏവം ലബ്ധം. അനന്തരം പദച്ഛേദം ചെയ്തു മുമ്പേ വിഭക്തി കളറഞ്ഞുടൻ അങ്ങുമിങ്ങുമിരിക്കുന്ന പദങ്ങളെ യഥാവലേ ചേരുന്നപടി ചേർക്കുന്നതന്നെയും പരികീർത്തിതം. ഇനി അതിനോട് അതിൽ ഏതാണ് ക്രിയാപദം എന്ന് പ്രഥമം ക്രിയാപദം. ക്രിയാപദം കിം? ഉത്പാദയാമാസ. ഉത്പാദയാമാസ എന്ന് പറഞ്ഞാൽ ഉത്പാദിപ്പിച്ചു എന്നാണ് അർത്ഥം. ഉത്പാദനം ചെയ്തു, അതായത് ഉണ്ടാക്കി എന്നുള്ള അർത്ഥം. ഉണ്ടായി എന്നാണ് അർത്ഥം വരിക. മലയാളത്തിൽ പറയുമ്പോൾ ഉണ്ടായി എന്ന് തന്നെയാണ് അർത്ഥം വരിക. അപ്പൊ ഉണ്ടായി, ഉണ്ടാക്കി എന്നുള്ള അർത്ഥത്തിൽ വേണം നമുക്ക് തുടക്കം മുതൽ എടുക്കാൻ, എന്നാലേ കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഉത്പാദയാമാസ നമ്മൾ ഉണ്ടാക്കി എന്നർത്ഥം. ക ഉത്പാദയാമാസ, അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണേവാ. ഉത്പാദയാമാസ അവിടെ കേട്ടെ. ക എന്ന് ദശാനന. കിം കൃത്വാ, ദശാനനൻ എന്ത് ചെയ്തിട്ട്. ഉത്പാദയാമാസ പരിണീയ, പരിണയിച്ചിട്ട്, പരിണയം ചെയ്തിട്ട്, വിവാഹം ചെയ്തിട്ട്. ദശാനന പരിണീയ. കാം പരിണീയ, ആരെ പരിണയിച്ചിട്ട്. മന്ദോദരീം പരിണീയ. പുനഃ കീദൃശാം മന്ദോദരീം, പുനഃ കാം മന്ദോദരീം മയസുതാം മന്ദോദരീം. ദശാനന മയസുതാം മന്ദോദരീം പരിണീയ. ഉത്പാദയാമാസ, ഉത്പാദയാമാസ എന്ന് പറഞ്ഞു ഉത്പാദിപ്പിച്ചു. കം ഉത്പാദയാമാസ, ആരെ. സുതം ഉത്പാദയാമാസ, ഒരു മകനെ ഉണ്ടാക്കി. കീദൃശം സുതം, മേഘനാദാഹ്വയം സുതം, മേഘനാഥൻ എന്നു പേരായിട്ടുള്ള ഒരു സുതം, സുതനെ ഉണ്ടാക്കി. തസ്യാം, തസ്യാം അവളിൽ. അവളിൽ എന്ന് പറയുമ്പോൾ മന്ദോദരിയാം, മന്ദോദരിയിൽ എന്നർത്ഥം. അപ്പൊ മന്ദോദരിയെ, മയസുതന്റെ മയസുതയായ മന്ദോദരിയെ പരിണയം ചെയ്തിട്ട് ദശാനനൻ അവളിൽ മേഘനാഥൻ എന്നു പേരായ ഒരു മകനെ ഉണ്ടാക്കി. അപ്പോ മണ്ഡോദരിയെ വിവാഹം കഴിച്ചു, മയസുതയായ മണ്ഡോദരിയെ വിവാഹം കഴിച്ചു. അവളില് ദശാനനന്, രാവണന് മേഘനാഥൻ എന്നു പേരായ ഒരു മകൻ ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് അർത്ഥം. മന്ദോദരീം മയസുതാം പരിണീയ ദശാനന തസ്യാമുത്പാദയാമാസ മേഘനാദാഹ്വയം സുതം. ഇവിടെ മണ്ഡോദരീം എന്ന് ഒരു പക്ഷഭേദം, ഒരു പാഠഭേദമുണ്ട്. അതും കുഴപ്പമില്ല. ഞാനൊക്കെ പഠിച്ചത് മണ്ഡോദരീം തന്നെയാണ്. പക്ഷെ ഇതിലിപ്പോ മന്ദോദരീം എന്ന് കാണുന്നതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനൊക്കെ പഠിച്ചത് നമ്മൾ ഇതിൽ കണ്ട പോലെ മണ്ഡോദരീം എന്നുള്ളത് തന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പൊ പലരും കേട്ടത് മണ്ഡോദരീം തന്നെ ആയിരിക്കും. രാവണന്റെ പത്നി മണ്ഡോദരി.
അങ്ങനെ തന്നെയാണ് കേട്ടിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയാവുമ്പോൾ മണ്ടോദരിയും എന്നായി എന്നർത്ഥം. മണ്ടോദരീം മയസുതാം പരിണീയദശാനന തസ്യാമുത്പാദയാമാസ മേഘനാദാഹ്വയം സുതം. ദശാനന മയസുതാം മണ്ടോദരീം പരിണീയ. ഇതിൽ പരിണീത എന്നാണ് കാണുന്നത്, അങ്ങനെയല്ല, പരിണീയ എന്നാണ്. പരിണീയ തസ്യാം മേഘനാദാഹ്വയം സുതം ഉത്പാദയാമാസ. ദശാനനൻ മയസുതയായ മണ്ടോദരിയെ വിവാഹം കഴിച്ചിട്ട് അവളിൽ മേഘനാഥൻ എന്നു പേരായ ഒരു പുത്രന് ജന്മം നൽകി എന്നർത്ഥം. അസ്തു. ശ്ലോകം പഠന്തി വാ? ശ്ലോകം ഏകവാരം वा त्रयः പഠन्तु. മന്ദോദരീം മയസുതാം പരിണീയ അനന്തരം മന്ദോദരീം മയസ്വാം പരിണീയ ദശാനന തസ്യാമുത്പാദയാമാസ മേഘനാദാഹ്വയം സുതം. ഈ മണ്ടോദരി എന്ന് പറയുമ്പോൾ അതിന്റെ വിഗ്രഹം എങ്ങനെയാ വരിക? മണ്ടോദരി അതിന് പ്രത്യേക വല്ല അർത്ഥമുണ്ടോ? ഏതാണ് മണ്ടോദരി? മണ്ട മണ്ട ഉദരി അല്ലേ? അതാവുമ്പോ എങ്ങനെ അർത്ഥം വരിക അല്ലേ? മണ്ടോദരിയാവുമ്പോ അർത്ഥമൊന്നും എഴുതി കാണുന്നില്ല. ഏതായാലും മണ്ഡനം എന്നൊക്കെ പറഞ്ഞാല് അലങ്കാരം എന്നൊക്കെ ഉള്ളൊരർത്ഥാണ്. മണ്ഡനം ചെയ്യാം. മണ്ഡിതമായ ഉദരം ഉള്ളവളായിരിക്കാം മണ്ടോ. അതായത് നല്ല ഭംഗിയുള്ള എന്നുള്ള അർത്ഥം. നല്ല ഭംഗിയുള്ള ഉദരം എന്നുള്ള അർത്ഥത്തിലാവാം മണ്ടോദരി എന്നുള്ള പേര്. മണ്ഡിതമായിട്ടുള്ള ഉദരം. മണ്ഡിതം എന്ന് പറഞ്ഞാല് അലങ്കൃതം എന്നർത്ഥം. നല്ല മനോഹരം എന്നുള്ള അർത്ഥം. അലങ്കൃതം എന്നൊക്കെ പറയുമ്പോൾ മനോഹരം എന്നുള്ള അർത്ഥം ആവാനാണ് സാധ്യത. അത്രേ ഞാൻ പറയുന്നുള്ളൂ, ഉറപ്പിച്ച് പറയുന്നില്ല. മണ്ഡിതം ഉദരം അസ്യ അസ്തീതി മണ്ടോദരി. അഹം പഠാമി. അസ്തു അസ്തു കരോतु. മന്ദോദരിം മയസുതാം പരിണീയ ദശാനന തസ്യാമുത്പാദയാമാസ മേഘനാദാഹ്വയം സുതം. സൂതം എന്നാണല്ലേ? സുതം എന്നേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. സൂതം എന്നായാൽ അർത്ഥം വ്യത്യാസമായി. അതെ, മനസ്സിലായി. അസ്തു കരോतु. മന്ദോദരീം മയസുതാം പരിണീയ ദശാനന തസ്യാമുത്പാദയാമാസ മേഘനാദാഹ്വയം സുതം. നമ്മളിപ്പോഴ് ആകാരാന്തം, ഊകാരാന്തം, സ്ത്രീലിംഗത്തിലെ എല്ലാ രൂപങ്ങളും കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? എല്ലാം നമ്മൾ ചൊല്ലിയോ? ചൊല്ലിയുണ്ട്. നപുംസകലിംഗത്തിൽ തുടങ്ങിയോ? വളരെ കുറച്ച് തുടങ്ങിയിട്ടു. 2 3 ഏതൊക്കെയാ ചൊല്ലിയതെന്ന് ഓർമ്മയുണ്ടോ? ശബ്ദം കുണ്ടൻ ചൊല്ലിയുണ്ട്. പിന്നെ വനം അങ്ങനെ കുണ്ടം, സർവ, കതരത്, ഏകതരം, ഇതൊക്കെ ചൊല്ലിയില്ലേ? അതൊക്കെ ചൊല്ലിയെന്ന് തോന്നുന്നു അല്ലേ? ഏകതരം ചൊല്ലുന്ന ഓർമ്മയില്ല.
ഇനി ആ ഗോധുക്ക് എന്നുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൂർവം ഗോതുക്ക. ആ ഗോധുക്ക് തുടങ്ങി കുണ്ടം ഇതിപ്പോ അജന്തം മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഏതിന്റെ നപുംസകം അജന്തം കഴിഞ്ഞിട്ടില്ല മുഴുവൻ. ഉണ്ടാവില്ല. പ്രധാനപ്പെട്ടത് കുറച്ചും കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. അജന്തം കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്കും തോന്നുന്നത്. രണ്ടാം മൂന്നറ്റേ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇതൊക്കെ കഴിഞ്ഞില്ലേ? ശുചി കതി ശബ്ദം പുല്ലിംഗവത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. പുല്ലിംഗല്ല നപുംസകം ഉദ്ദേശിച്ചത്. അല്ല ഈ നപുംസക ലിംഗത്തിലെ കതി ശബ്ദം പുല്ലിംഗവത് സർവനാമാണല്ലോ. ദ്വാഭ്യാം എന്നൊക്കെ അത് നമ്മൾ കുറച്ച് ചെല്ലിയ അതിപ്പോ ഇതുപോലെ തന്നെയാണ്. പക്ഷെ ബാക്കി പ്രധാനപ്പെട്ട നപുംസക ലിംഗങ്ങൾ വേറെ ഉണ്ടതുകൊണ്ട്. ഹലബു അതൊക്കെ ചെല്ലിയല്ലോ. ശരി. നമ്മൾ കുറച്ച് ബുക്കിൽ നോക്കി അതിൽ ചെയ്തി പ്രിന്റിങ്ങിൽ അതിലുണ്ടല്ലോ, അത് കുറച്ച് ചെല്ലിയിട്ടുണ്ട്. ശരിയാ. ഈ ആകാരാന്തം ചെല്ലിയോ? സോമപം, സോമപേ, സോമപാനി അത് ചെല്ലണ്ടായി ചെല്ലില്ലേ? ഇകാരാന്തമായിട്ടുള്ള വാരി ശബ്ദോ? വാരി, വാരിണി, വാരീണി ചെല്ലിയപ്പോ ചെല്ലി തോന്നുന്നു കുറച്ചൊക്കെ. ചെല്ലിയതാണ്. അസ്ഥി ശബ്ദം, അസ്ഥി, അസ്ഥിനി, അസ്ഥീനി അതൊക്കെ ചൊല്ലിയതാ. ദ്വേ ദ്വേ ത്രീണി ഒക്കെ ചെല്ലി അല്ലേ? അതൊക്കെ ചൊല്ലി. അപ്പോഴാണ് കതിശബ്ദ പുല്ലിംഗവത് അത് പറഞ്ഞത് അല്ലേ? അതെ. പിന്നെ അതേപോലെ ഇകാരാന്തം ശുചി ശബ്ദം ശുചി, ശുചിനി, ശുചീനി ചെല്ലിയിരുന്നോ? അതത്ര ഓർമ്മ വരുന്നില്ല. അതെയാ? അനന്തരം ശുചിശബ്ദം ഇകാരാന്തം നപുംസകലിംഗം ശുചിശബ്ദം പഠാമः. ശുചി, ശുചിനീ, ശുചീനി. ഹേ ശുചേ, ഹേ ശുചി, ഹേ ശുചിനീ, ഹേ ശുചീനി. ശുചി, ശുചിനീ, ശുചീനി. ശുചിനാ, ശുചിഭ്യാം, ശുചിഭിः. ശുചയേ, ശുചിനേ, ശുചിഭ്യാം, ശുചിഭ്യഃ. ശുചേ, ശുചിനഃ, ശുചിഭ്യാം, ശുചിഭ്യഃ. ശുചേ, ശുചിനഃ, ശുച്യോ, ശുചിനാം, ശുചീനാം. ശുചൗ, ശുചിനി, ശുച്യോ, ശുചിനോ, ശുചിഷു. अस्तु. अनन्तरं पारायणं करोतु एकैकः. चत्वारः
ജനാः. ശുചി, ശുചിനി, ശുചി, ശുചിനി, 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 ഹേ ശുചേ, ഹേ ശുചി, ഹേ ശുചിനി, ഹേ ശുചിനി, ഹേ ശുചിനി, ശുചി, ശുചിനി, ശുചിനി, ശുചിന, ശുചിഭ്യാം, ശുചിഭിഃ, ശുചയേ, ശുചിനേ, ശുചിഭ്യാം, ശുചിഭ്യഃ, ശുചേഃ, ശുചിനഃ, ശുചിഭ്യാം, ശുചിഭ്യഃ, ശുചേ, ശുചിനഃ, ശുച്യോ, ശുചിനാം, ശുചീനാം, ശുചൗ, ശുചിനി, ശുച്യോ, ശുചിനോ, ശുചിഷു. अस्तु. अनन्तरं ശുചി, ശുചിനീ, ശുചീനീ, ഹേ ശുചേ, ഹേ ശുചേ, ഹേ ശുചി, ഹേ ശുചിനീ, ഹേ ശുചീനീ, ശുചി, ശുചിനീ, ശുചീനി, ശുചിനാ, ശുചിഭ്യാം, ശുചിഭിഃ, ശുചിയേ, ശുചിനേ, ശുചിഭ്യാം, ശുചിഭ്യഃ, ശുചേഃ, ശുചിനഃ, ശുചിഭ്യാം, ശുചിഭ്യഃ, ശുചേഃ, ശുചിനഃ, ശുച്യോഃ, ശുചിനോഃ, ശുചീനാം, ശുചൗ, ശുചിനി, ശുച്യോഃ, ശുചിനോഃ, ശുചിഷു. അതാണ് ഇപ്പൊ ചെല്ലിയതാണ് ശരി. അതായത് ശുച്യോ ശുചിനോഹോ എന്നാണ്, ഇതിനകത്ത് എഴുതിയത് ശുചിനാം എന്നാണ്. ശുചിനോഹോ അതായത് സപ്തമിയില് ദ്വിവചനം ഇല്ലേ, ശുച്യോഹ ശുചിനോ, അതേപോലെ തന്നെയാണ് ശുച്യോഹോ ശുചിനാം എന്നല്ല വരിക. ഞാനേ വിക്കിപീഡിയയിൽ ഇത് എടുത്തിട്ടാണ് അതില് സിദ്ധരൂപം കണ്ടു. അപ്പൊ അത് അതാണ് നോക്കിയിട്ടാണ് ശരി, ഞാൻ അതാണ് ശരി. എനിക്കത് കേട്ടപ്പോ ശരിയാണെന്ന് തോന്നിയത്. അപ്പൊ ഇതില് ചെറിയൊരു തെറ്റുണ്ട് എന്നർത്ഥം, മനസ്സിലായല്ലോ അല്ലെ? ശുചേ ശുചിന, ശുച്യോ ശുചിനോ, ശുചീനാം, ശുചിനാം എന്ന് മതിയല്ലോ. ഇക്കാരം തന്നെ അല്ലെ? അപ്പോ ശുചിനാം എന്ന് പറയും. ശുചൗ ശുചിനി, ശുച്യോ ശുചിനോ, ശുചിഷു. അല്ല, ശുചീനാം എന്ന് വരും, ശരിയാ, ശുചീനാം തന്നെ വരും. അത് ശരിയാണ്. ശുചേ ശുചിന, ശുച്യോ ശുചിനോ, ശുചീനാം, ശുചൗ ശുചിനി, ശുച്യോ ശുചിനോ, ശുചിഷു. അസ്തു. അനന്തരം ശബ്ദ ഇപ്പൊ പറഞ്ഞ തെറ്റും കൂടി ഒന്ന് തിരുത്തിക്കൊണ്ട് ചൊല്ലിക്കോളൂ അടുത്തയാള്. നപുംസകലിംഗ കതിശബ്ദ ഞാനൊന്ന് ചൊല്ലിയിട്ട്. മതി. ഓക്കെ. ശുചി, ശുചിനീ, ശുചീനി, ഹേ ശുചേ, ഹേ ശുചി, ഹേ ശുചിനീ, ഹേ ശുചീനി, ശുചി, ശുചിനീ, ശുചീനീ, ശുചിനാ, ശുചിഭ്യാം, ശുചിഭിഃ, ശുചയേ, ശുചയേ, ശുചിനേ, ശുചിഭ്യാം, ശുചിഭ്യഃ, ശുചേഃ, ശുചിനഃ, ശുചിഭ്യാം, ശുചിഭ്യഃ, ശുചേഃ, ശുചിനഃ, ശുച്യോഃ, ശുചിനാം, ശുചീനാം, ശുചിനോഹോ തന്നെ, അതാണ് നേരത്തെ ജില്ല ശരിയാണ്. ശുചി, ശുചേഃ, ശുചിനോഹോ, ശുച്യോഃ, ശുചിനോഃ, ശുചീനാം, ശുചൗ, ശുചിനി, ശുച്യോഃ, ശുചിനോഃ, ശുചിഷു. ശരി, ശരി, സമീചീനം. അനന്തരം ഏകസ്യാപി അവസരः കില. വികാരാന്തം നപുംസകലിംഗം ശുചിശബ്ദം.
शुचि शुचिनी शुचीनि हे शुचे हे शुचि हे शुचिनी हे शुचीनि शुचि 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 शुचिनी शुचीनि शुचिना शुचिभ्यां शुचिभिः शुचये शुचिने शुचिभ्यां शुचिभ्यः शुचेः शुचिनः शुचिभ्यां शुचिभ्यः शुचेः शुचिनः शुच्योः शुचिनोः शुचीनां शुचौ शुचिनि शुच्योः शुचिनोः शुचिषु अस्तु अनन्तरं वयं किं कुर्मः अद्य इदानीं कञ्चित् कालः अभवत् भवतां सम्भाषणं कृत्वा किल अतः सर्वे पञ्चवाक्यानि वदन्तु पञ्च पर्याप्तं पञ्च वा षड् वा वाक्यानि एकैकः सर्वे यद् पठितं तद् पञ्चवाक्यानि किमपि विषयं भवतु अथवा पृथक् पृथक् विषयाः भवन्तु चिन्ता नास्ति पञ्चवाक्यानि एकैकः संस्कृते अस्तु कः आरम्भं करोति हस्तम् उपरि कृतवान् एव करोतु द्वौ स्तः अस्तु करोतु नीलकण्ठमहोदय आरम्भं करोतु मम नाम नीलकण्ठ अस्मि नीलकण्ठ अस्तु अല്ല नीलकण्ठ अस्ति अस्मि मम नाम नीलकण्ठ अस्मि मम नाम नीलकण्ठ अस्ति मम नाम नीलकण्ठ अस्ति मम संस्कृत भाषा का शिक्षा आरम्भं कुर्वन् ആരംഭിച്ചു പഠിക്കാൻ ആരംഭിച്ചു അല്ല ആരബ്ധം സംസ്കൃതം ശിക്ഷ ആരബ്ധം ഇതാനും സിദ്ധരൂപം അജന്ത സിദ്ധരൂപാനി പഠിതവന്തവാൻ ये संस्कृतम भाषा पढ़ाने में मतलब पाठ्य शिक्षा बहु समीचीनम् अस्ति अस्तु समीचीनं भवतु अस्तु अनन्तरं
अनन्तरं कः? ഞാൻ പറയട്ടെ. अस्तु अस्तु वदतु. മമ നാമ മുരളീകൃഷ്ണ. സംസ്കൃതാധ്യയനം ഉത്തമമസ്തി. സംസ്കൃത സംഭാഷണം കർത്തും പ്രയത്നം കരോമി. ശരിയാണോ ഹരിയേട്ടാ? തെറ്റുകൾ എന്നുള്ളതിന് എന്താ പറയാ ഹരിയേട്ടാ? स्खलितं. സ്ഖലിതം, ക്ഷമ്യതാം ആണോ? ശരിയാണോ അത്? തെറ്റുകൾ ക്ഷമിക്കണം എങ്ങനെ പറയാ? स्खलितानि आगच्छन्ति चेत् क्षम्यताम्. അങ്ങനെ പറയാം. പലതരത്തിൽ പറയാം. എളുപ്പത്തിൽ പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താ സതിസപ്തമി വിഷയസപ്തമി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ പറയുകയാണെങ്കിൽ സ്ഖലിതേഷു ക്ഷമ്യത, എളുപ്പപ്പണിയാണ്. സ്ഖലിതേഷു ക്ഷമ്യത, സ്ഖലിതങ്ങൾ വരികയാണെങ്കിൽ എന്നുള്ള അർത്ഥം. സ്ഖലിതേഷു ക്ഷമ്യത. अभवत् वा? संख्या पूर्तिगतम्? अस्तु. अनन्तरं अनन्तरं कः करोति? समयः गच्छति. अहं वदामि. अस्तु, करोतु. मम नाम गिरिजा. अहं आगतमास अल കഴിഞ്ഞ മാസം गतमासे बेङ्गलूर् नगरे आगच्छति. मम पुत्र्याः कम्पनी बेङ्गलूर् नगरे अस्ति. अत्र बहु उष्णम् अस्ति. अद्य दिने उष्णं न्यूनमस्ति. विषु आगामि दिने आगमिष्यामि. ശരിയാണോ? आगमिष्यति. വിഷു ആഘോഷസ്യ വിഷുവിനെ പറ്റി എന്ന് പറയുന്നത് ആഘോഷാത് വിഷു എങ്ങനെയാ ഉദ്ദേശിച്ചത്? വിഷുവിനെ പറ്റി രണ്ട് വാക്ക് പറയട്ടെ. വിഷു ആഘോഷം അധികൃത്യ വിഷു ആഘോഷം അധികൃത്യ किञ्चित् वदामि नो अले वाक्यद्वयं वदामि. किञ्चित् वदामि. विषु मेडमासस्य प्रथमदिने भवति. मद्यो
प्रथमदिने भवति पर्याप्तं। कुഴപ്പമില്ലല്ലോ ओ, इति अस्तु। विषु अर्थः समतः दिनरात्रस्य समतः अस्ति വിഷുദിനെ विषु അല്ലേ രാത്രിയും പകലും സമായിരിക്കില്ലേ വിഷുവിന്റെ ദിവസം विषुकाले रात्रि വിഷുകാലം अपि समो समये भवति भवतः। ദിനരാത്ര ദിനരാത്ര दिनरात्रं समं സമത भवति। സമത വിഷ്ണു നരകാസുരस्य മാരണം കൃത്वा ദിനം വിഷു मारणं कृतं दिनं कृतं നരകാസുരस्य മാരണം कृतं ദിനം കൃത്വാ ദിനം കൽപ്പയതേ പിന്നെ സൂര്യസ്യ പ്രത്യാഗമന ദിനം അഭി ഈ രാവണനെ കൊന്നത് ഈ ദിവസമാണോ രാവണനെ കൊന്നത് രാമസ്യ വിജയദിനം എന്ന് കാണുന്നുണ്ട് രാമസ്യ വിജയദിനം കാണുന്നുണ്ട് അല്ലേ ഇതിലൊന്നില് വായിച്ചു അപ്പം അങ്ങനെ ഉണ്ടാവാന്നാൽ അല്ല രാമന്റെ വിജയം രാവണനെ കൊന്ന ദിവസമാണല്ലോ വിഷു ദീപാവലിയാണ് ദീപാവലി നരകാസുരനെ കൊന്നതല്ലേ അതെ അതെ ദീപാവലി നരകാസുരൻ അത് എനിക്ക് തോന്നണേ ഈ കർണാടകയിലെ യുഗാദി ഇല്ലേ യുഗാദിയും ഇതും ഒരേപോലെയാണ് തോന്നുന്നു യുഗാദി എന്ന് പറയണത് പിന്നെ ക്ഷമാവ് സൃഷ്ടി ആരംഭിച്ച ദിവസം അങ്ങനെ എന്തോ കണ്ടു ഇവരുടെ ഞാനിപ്പോ ബാംഗ്ലൂർ ആയത് കാരണം അവിടെ ഇവിടെയൊക്കെ ബോർഡ് കണ്ടു വിഷുക്കണി വിഷുദിനെ വിഷുക്കണി ഗൃഹസ്യ പൂജാഗൃഹേ നിർമ്മാണം കുർവന്തി സകല ഐശ്വര്യ സാമഗ്രിയാ നിർമ്മാണം കുർവന്തി മതിയോ പിന്നെ സജ്ജീകരോതി ആവാം സജ്ജീകരോതി വിഷുക്കണി ദൃശ്യസ്യ അനന്തരം പിതാ സകല ഗൃഹവാസിയോ വിഷുക്കൈനീട്ടം ദദാതി വിഷുക്കൈനീട്ടത്തിന് എന്താ പറയണമെന്നറിയാം വിഷുക്കൈനീട്ടം എന്ന് പറഞ്ഞാൽ മതിയല്ലേ കിട്ടാത്ത വാക്ക് അങ്ങനെ വിഷുധനം ദദാതി ഓക്കെ വിഷുധനം ദദാതി അങ്ങനെ പറയാമോ അതെ അതെ അതുണ്ടോന്ന് അറിയില്ല വിഷുദിനെ സദ്യ ബഹുവിധ വിഭവേ പായസസ്യ സഹ പാചയതി ശരിയാണ് പാചകം കരോതി പായസസ്യ സഹ പാചകം കരോതി അല്ലെങ്കിൽ പാചയതി കുഴപ്പമില്ലല്ലോ പാകം കരോതി പിന്നെ ഈ പടക്കം പൊട്ടിക്കണമെന്നും പറയാൻ അറിയില്ല സ്ഫോടക വിഷുക്കണി അറിയോ വിഷുക്കണി വിഷുക്കണി പറഞ്ഞു വിഷുക്കണി നമ്മള് കാണുന്നു എന്നൊക്കെ പറഞ്ഞു സകല ഐശ്വര്യ സാമഗ്രിയ നിർമ്മാണം കുർവന്തി അല്ലെങ്കിൽ എന്താ സജ്ജീകരോതി ഏകദേശം സമാപയാമഹ വാ സർവേഷാം ഉത്തമ